അപ്പൊ ഈ സ്ത്രീകൾ വളരെ കൂടുതൽ ജോലി ചെയ്യുന്നവരാണ്. അത്തരക്കാരെയാണ് ഇങ്ങനെ ഫ്രീ ബി കൊടുത്ത് മടിച്ചികളാക്കി മാറ്റുന്നത്. അത് ഇന്ത്യൻ ഇക്കോണമിയുടെ ആഭ്യന്തര വരുമാനത്തിന്റെ വളർച്ചയെ വളരെയധികം പ്രതികൂലമായി ബാധിക്കും. അപ്പം പ്രതികൂലമായി ബാധിക്കും എന്ന് വെച്ചാൽ സ്ത്രീകൾ ജോലി ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ജോലി കാർഷിക മേഖലയിലാണ് അവർ ചെയ്യുന്നത്. അപ്പൊ ആ കാർഷിക മേഖലയുടെ തന്നെ വളർച്ച, കാർഷിക മേഖലയുടെ വളർച്ചയുടെ ഒരു ഭാഗമാണ് നമ്മുടെ ഭക്ഷ്യ സ്വയം പര്യാപ്തത. അപ്പൊ ഇതിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് നമ്മുടെ ഉൽപാദനക്ഷമത, അതായത് ജോലി ചെയ്യാനുള്ള താല്പര്യമില്ല, വെറുതെ ഇരിക്കുക, അപ്പൊ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറയുന്നു. അങ്ങനെ നമ്മുടെ GDP ഗ്രോത്ത് ഒക്കെ കുറയാൻ സാധ്യതയുണ്ട് എന്നുള്ളതിലേക്കാണ് ജസ്റ്റിസ് ഗവായ് വിരൽ ചൂണ്ടിയത്. അങ്ങനെ പക്ഷേ ഇത് ആരാണ് ഇത് മനസ്സിലാക്കേണ്ടത്? എന്നിട്ടും കോടതി നോ എന്ന് പറഞ്ഞില്ല. കാരണം എക്സിക്യൂട്ടീവ്, അതായത് 4 തൂണുകൾ, ഡെമോക്രസിയുടെ 4 തൂണുകളിൽ 1 ജുഡീഷ്യറി, 2 എക്സിക്യൂട്ടീവ്, 3 പത്രമാധ്യമങ്ങൾ, 4 പാർലമെന്റ്. ഒരു പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട തൂണ് പാർലമെന്റ് ആണ്. പാർലമെന്റ് കഴിഞ്ഞാൽ പിന്നെ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, മാധ്യമങ്ങൾ. ഈ 4 തൂണുകളും ഒരുപോലെ പ്രവർത്തിക്കേണ്ടതാണ്.